ആ, മോക്ക് എന്തു പേരെ ഇടുന്നെന്ന് തീരുമാനിച്ചോ? കൊറേ പേരുകൾ പറഞ്ഞു നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഇനി അമ്മ ഒരു പേര് പറ. എന്റെ അമ്മയുടെ പേരുണ്ട്, ദേവയാനി. നല്ല പേരല്ലേ? നല്ല പേരാ, പക്ഷേ ഇത്രയും വലിയ പേര് വേണ്ട. എന്റെ പേര് മായ, ഹരിയേട്ടൻ ഹരി. രണ്ടും രണ്ടക്ഷരമല്ലേ ഉള്ളൂ. അതുപോലെ ചെറിയൊരു പേര് മതി. വിളിക്കാനും മറ്റുള്ളവർക്ക് ഓർത്തിരിക്കാനും ഒക്കെ അതാ നല്ലത്. എന്നാ അങ്ങനെയാവാം. നോക്കിക്കും, നമ്മൾ ഇടുന്ന പേര് ഈ ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ നമ്മുടെ മോള് പ്രശസ്തിയാവണം. അത്രയൊക്കെ വേണോ? നമ്മൾ എന്തിനാ ഹരിയേട്ടാ ആഗ്രഹിക്കുമ്പോ പിശുക്കുന്നേ? നമുക്ക് എക്സ്ട്രീം ലെവലിൽ ആഗ്രഹിച്ചൂടെ? അച്ഛനമ്മമാര് പെൺമക്കളെ കെട്ടിപ്പൂട്ടി വെച്ച് വളർത്തിയ അവരുടെ കഴിവുകളെല്ലാം നശിച്ചു പോവും. ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിച്ച അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. നിനക്കങ്ങനെ അവസരം കിട്ടിയില്ലെന്നാണോ പറയുന്നത്? അയ്യോ, അങ്ങനെയൊന്നല്ല. നമ്മുടെ സാഹചര്യം അതിന് പറ്റിയതല്ലായിരുന്നല്ലോ അമ്മേ. അതുകൊണ്ട് എന്റെ കാര്യത്തില് എനിക്ക് അത്രയും ചിന്തയൊന്നുമില്ല. പക്ഷെ എന്റെ മോളെ എനിക്ക് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുഞ്ഞിന്റെ ജനറ്റിക് സ്ക്രീനിങ് നടത്തിയതിന്റെ റിപ്പോർട്ട് പീഡിയാട്രീഷ്യൻ എനിക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വിശദമായിട്ട് നോക്കി. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞിന്റെ ജനിതകമായ പ്രത്യേകതകൾ കൊണ്ട് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസ് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കരുതൽ വേണം. ഏറ്റവും നല്ല സ്കൂൾ കണ്ടുപിടിച്ച് അവിടെ ചേർത്ത് പഠിപ്പിക്കണം. പിന്നെ മോക്ക് പാട്ടോ ഡാൻസോ ഡ്രോയിങ്ങോ എന്തിനാണോ താല്പര്യം അതൊക്കെ പഠിപ്പിക്കണം. അവക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു കൂട്ടുകാരിയെ പോലെ അവളുടെ കൂടെ നടക്കണം. അങ്ങനെ അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട്. അല്ല, അപ്പൊ നമ്മൾ എന്ത് പേരാ ഹരിയേട്ടാ ഇടുന്നേ? ഹരിയേട്ടന്റെ കണ്ണിൽ എന്തു പറ്റി? കണ്ണിൽ എന്തോ പൊടി പോയെന്ന് തോന്നുന്നു. കണ്ണ് തിരുമ്മിയിട്ട് കാര്യമുണ്ടോ? പൊടി പോയിട്ടുണ്ടെങ്കിൽ പോയി മുഖം കഴുകുക ഹരിയേട്ടാ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ശരിയായി. ഓക്കേ. എന്നാലേ മോക്ക് നല്ലൊരു പേര് പറ. ഞാൻ പറയാം. നീ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ പേരല്ലേ വേണ്ടത്? മീര. മീര? ആ, കൊള്ളാം. എന്റെ പേരും ഹരിയേട്ടന്റെ പേരും മീരയിലുണ്ട്. ഹരിയേട്ടന് ഇഷ്ടപ്പെട്ടോ? മീര എനിക്കിഷ്ടായി. വലിയ ശ്രീകൃഷ്ണ ഭക്തിയായിരുന്നു മീര. മീരാഭായ്. ആ പേരിൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ്. അമ്മ കൃഷ്ണഭക്തി ആയതുകൊണ്ട് നമ്മുടെ മീരയെ അങ്ങനെ തന്നെ ആയിരിക്കും. ആവട്ടെ, നല്ലതല്ലേ? നമ്മുടെ കുടുംബ പരദേവതയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. വളരെ കുറച്ച് തറവാടുകളിലല്ലേ അങ്ങനെയുള്ളൂ. ഭഗവാന്റെ ഭക്തയായി ജീവിക്കാൻ പറ്റുന്നത് തന്നെ ഒരു പുണ്യമല്ലേ? അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ മോക്ക് ചേരുന്ന പേര് തന്നെയാ മീര.